അമ്മേ ശരണം ദേവി ശരണം. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആളെ കാണുമ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ കാവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മീനപരിമണിയുമായിട്ട് ബന്ധപ്പെട്ട് കാവിൽ വരുന്ന എല്ലാവർക്കും പരിചയം ഉണ്ടാവും. രഘുചേട്ടനാണ്. പുലപ്പാടം അല്ലെങ്കിൽ പുലക്കാവ് എന്നൊക്കെ അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ ഭരണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അല്ലെങ്കിലും കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു കാവാണ് പുലക്കാവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് ധാരാളം കമൻറ്റുകൾ എൻ്റെ കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളിൽ വരാറുണ്ടായിരുന്നു. ഭരണിക്ക് വീഡിയോ എടുക്കും എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ചരിത്രം അല്ലെങ്കിൽ അവിടുത്തെ പൂജാരീതികൾ അല്ലെങ്കിൽ അവരുടെ തലമുറ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കാവുമായിട്ടുള്ള ബന്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ആണ് അതിനുള്ള അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ രഘുചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ രഘുചേട്ടൻ തന്നെ പറയും. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ മാത്രം ചോദിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ രഘുചേട്ടാ, നമ്മളുടെ പ്രധാനമായിട്ട് കൊടുങ്ങല്ലൂർ കാവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതും കൊടുങ്ങല്ലൂർ കാവുമായിട്ട് എന്താണ് ബന്ധം, അത് ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എത്രാമത്തെ തലമുറ തൊട്ട് കിട്ടിയതാണ് എന്നുള്ള ആ ഒരു കാര്യമാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഞങ്ങളുടെ പൂർവികരായിട്ട് വെച്ചാൽ ഞങ്ങളുടെ പൂർവിക മുത്തപ്പൻ ഉള്ള സമയത്താണ് കാവുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് വരുന്നത്. ബന്ധം വരാൻ കാരണം വെച്ചാൽ ദേവി ദാരിയ നിഗ്രഹം കഴിഞ്ഞ് ദേവി ആദ്യം വന്നിരുന്ന സ്ഥലമാണ് പുലക്കാവ്. എഴുത്തൂത്ത് ഇത് കീഴ്ക്കാവ്, അത് മേൽക്കാവ് എന്നാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടാണ് പുലക്കാവ് എന്ന് പേര്. ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളും കാര്യങ്ങളെല്ലാം ഗവളാചാര കർമ്മങ്ങളാണ്. പണ്ട് പൂർവികർ ചെയ്തിരുന്ന ആ ഗവള കർമ്മങ്ങളാണ് ഇന്ന് തലമുറയിൽ ജീവിച്ചിരിക്കുന്ന 1889 ആളാണ് ഞാൻ. 1889 തലമുറയാണ് രഘുചേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാലത്തിന്റെ പഴക്കം നമ്മുടെ കാവിനും കൊടുങ്ങല്ലൂരിനുണ്ട്. അമ്മ ഇവിടെ കുടിയിരുന്ന 1800 എന്ന് പറയുമ്പോൾ തന്നെ 5000 വർഷം വരെ പഴക്കം നമുക്ക് കൂട്ടാം. അതായത് ഒരേ തലമുറ എന്ന് പറയുന്നത് നമ്മൾ വർഷമല്ല തലമുറയാണ് പറയുന്നത്. അപ്പൊ തന്നെ ഒരു 5000 വർഷത്തിന് മേലെ പഴക്കം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അന്ന് കാലങ്ങളിൽ ചെയ്തിരുന്ന കർമ്മക്രിയകളാണ് ഇന്നത്തെ തലമുറയിൽ ജീവിച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ചെയ്തു പോരുന്നത്. എൻ്റെ ഗുരുവും എല്ലാം എൻ്റെ അച്ഛനാണ്. അച്ഛനിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ വിദ്യയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ 33 വർഷമായിട്ട് ഈ കാവിൻ്റെ മഠാധിപതിയും ഇതിൻ്റെ പ്രധാന ആള് നമ്മളാണ്. നമ്മളറിയപ്പെടുന്ന വള്ളോൻ എന്നാണ്. പക്ഷെ കീഴ്ക്കാവിൽ ഇപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള സമുദായത്തിൽ പറയാം വള്ളോൻ എന്നാണ് പറയുക. വള്ളോൻ അത് അമ്മ ദാരിക നിഗ്രഹം കഴിഞ്ഞ് വന്ന് ഞങ്ങളുടെ പൂർവികൻ്റെ കീഴിലൂടെ 14 ദിവസം ഇരുന്ന് അതിൻ്റെ ക്രിയകളും കാര്യങ്ങളും ചെയ്ത സമയത്ത് അമ്മ വിളിച്ച വിളിയാണ് വള്ളോനി എന്ന്. ആ നാമത്തിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. അതേ തീട്ടുവരം തന്നെയാണ് കോകിലകത്തും എഴുതി വെച്ചിട്ടുള്ളത് വള്ളോൻ. അപ്പോൾ ഇതിൽ പുലക്കാവ് എന്ന് പറയുന്നത് കൗളാചാരപ്രകാരമുള്ള പൂജകൾ നടത്താൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിലത്തെ തമ്പുരാൻ തന്നെ ഏർപ്പാടാക്കിയ ഒരു ഫാമിലിയാണ്, അല്ലെങ്കിൽ എന്താണ് കുടുംബം ആണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ്? കൊടുങ്ങല്ലൂർ കോകിലകത്തിന്റെ കിഴക്ക് ഭാഗത്താണ്. അപ്പൊ ഈ ദാരിക നിഗ്രഹം കഴിഞ്ഞ് വന്നിരുന്നത് ആ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണോ തമ്പുരാനും അത് പിന്തുടർന്ന് പോന്നിട്ടുള്ളത്? ദാരിക നിഗ്രഹം കഴിഞ്ഞ് വന്നിരുന്ന സമയത്തുള്ള പൂജാതി കർമ്മങ്ങൾ തന്നെയാണ് വലിയ കോകിലകത്ത് നിന്ന് നമ്മൾക്ക് അരുളിപ്പാടി ചെയ്ത് തന്നിട്ടുള്ളത്. ആ കർമ്മങ്ങൾ നമ്മൾ ഇന്നും ചിട്ടയോടെ നൊയമ്പോട് കൂടി നമ്മൾ ചെയ്തു പോരുന്നു. അപ്പോൾ കൗളാചാരമാണ് ഇവിടുത്തെ പൂജാരീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്, കൊടുങ്ങല്ലൂർ കാവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ തന്നെ തമ്പുരാൻ അല്ലെങ്കിൽ നമ്മളുടെ കൊട്ടാരം കോവിലകം എന്ന് പറയുന്നത്, കോവിലകവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? കോവിലകമായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കോവിലകത്തിന് കിഴക്ക് ഭാഗത്ത് ഒരൊറ്റ കുടുംബമുള്ളൂ, വള്ളോൻ കുടുംബമുള്ളൂ. അപ്പോൾ കോവിലകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ അടിച്ചുതരവിട്ട് എല്ലാ കാര്യങ്ങളും വള്ളോൻ കുടുംബക്കാരാണ് ചെയ്തിരുന്നത്. അവിടുത്തെ കാര്യസ്ഥന്മാരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. ഞാനൊരു 15 വയസ്സ് വരെ പുറത്തെ കാര്യസ്ഥനായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുവരാനും ആ പറമ്പ് തെങ്ങേറ്റിക്കാനും അതിൻ്റെ കണക്ക് തമ്പുരാന് കൊടുക്കാനൊക്കെ 15 വർഷത്തോളം നമ്മളായിരുന്നു അവിടുത്തെ കാര്യം. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ തമ്പുരക്കന്മാർ മാറിയപ്പോൾ നമ്മളും പതുക്കെ അങ്ങോട്ട് മാറി. അപ്പോൾ പണ്ട് കാലത്ത് എന്ന് പറയുന്നത് ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളത് വളരെ എന്താണ് പഴയ പുസ്തകങ്ങളിലൊക്കെ വായിച്ചു കേട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ തെക്ക് കിഴക്കേ അതിരിൽ ഇപ്പോഴും മണ്ണ് മാന്തി കഴിഞ്ഞാൽ ഒരു ചെങ്കലിൻ്റെ തറ കാണാം എന്നാണ് പറയുന്നത്. ആ തറയ്ക്ക് തൊട്ടിപ്പുറം കിഴക്ക് ഭാഗത്ത് താമസിക്കുന്നത് ഈ വള്ളോൻ കുടുംബം എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ
സ്ഥലമടക്കം തന്ന് അവിടെ താമസിപ്പിച്ചിരുന്നതാണ് എന്ന് തന്നെ പണ്ട് കരുതേണ്ടി വരും. രാജഭരണകാലത്ത് ഞങ്ങളുടെ 7 ഏക്കർ ഭൂമിയാണ് കോയിലൊന്നും കൊടുത്തത്. ആ. ഈ 7 ഏക്കർ ഭൂമിയും അന്യാധീനപ്പെട്ട് പോയി ഇപ്പോൾ ഒരു 35 സെന്റ് സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ്. ഇപ്പൊ രവിചേട്ടൻ നിൽക്കുന്ന അതെ, ആ 35 സെന്റിന്റെ മാത്രം ബാക്കിയുള്ളൂ. ബാക്കിയുള്ളൂ. അപ്പൊ 7 ഏക്കറാണ് കിട്ടിയത് 7 ഏക്കർ അന്ന് ഈ കൃഷിയും പറയുന്ന പാടവും കിഴക്കേ കഴിഞ്ഞു. അതെ, അതിർത്തി എന്നുള്ള രീതിയിൽ, ഇവിടുന്ന് പുഴ വരെ പുഴ വരെ. ആ. അതൊക്കെ കാരണം ഇതിന് പുലപ്പാടം, അതായത് പുലക്കാവ് എന്നും പറയുന്നുണ്ട്, പുലപ്പാടം എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ പുലപ്പാടം എന്ന് പറയുന്നതിന്റെ ആ പേര് വന്ന എങ്ങനെയാണ്? പുലപ്പാടം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ പാടമായിരുന്നു. ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഒറ്റ സമുദായം, ഞങ്ങളുടെ ഒറ്റ കുടുംബമുള്ളൂ. അപ്പോൾ പൂർവികനായിരുന്നു ഇതിനകത്ത്, ഞങ്ങളുടെ തലമുറകൾ ഇതിനകത്ത് കൃഷിയും കാര്യങ്ങളും, പൂർവികൻ ഒരു മാന്ത്രികനായിരുന്നു. അപ്പോൾ അദ്ദേഹം പാടത്ത് കൃഷിയും കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോഴാണ് ശ്രീസന്ധ്യ സമയത്ത് നിൽക്കണം കരിനീല വണ്ടിയുടെ നിറത്തിൽ ദാരികൻ്റെ ശിരസ്സുമായി ഞാൻ ദാരിക നിഗ്രഹം കഴിഞ്ഞ് വരികയാണ്, എനിക്കിവിടെ വിശ്രമിക്കണം. അങ്ങനെ 14 ദിവസം ഇവിടെ ഇരുത്തിക്കൊണ്ട് അന്ന് ഞങ്ങളുടെ ആളുകൾ കഴിച്ചിരുന്ന നെല്ല് വറുത്തിടിച്ച തവിടും കരിക്കും കള്ളും മദ്യവും പച്ചമാംസം ചുട്ടമാംസം വേവിച്ച മാംസം അതാണ് ഞങ്ങൾ ഇന്നും കൊടുത്തു വരുന്നത് അന്നും. അപ്പോ എന്താണ് ദാരിക നിഗ്രഹം കഴിഞ്ഞ് വന്ന് ഇരിക്കുന്ന സമയത്ത് അമ്മ നിങ്ങളുടെ കുടിയിൽ വന്നിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഭക്ഷിച്ചിരുന്നത് തന്നെ അമ്മയ്ക്കും കൊടുത്തു. അതാണ് ഇപ്പോഴും ഇവിടെ നേത്യമായിട്ട് ചെയ്തുകൊണ്ട് വരുന്നത് അല്ലേ?